നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ നഗര റോഡിന്റെ ഉദ്ഘാടനം നടത്തി. 34.2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ നഗര റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരവികസനത്തിന് പുതിയ ദിശാബോധം. 2026-2027 ബജറ്റ് അവതരിപ്പിച്ച നഗരസഭ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൽ സലാം. നഗരത്തിലെ പാർക്കിംഗ് സൗകര്യക്കുറവ് പരിഹരിക്കുന്നതിനായി നഗരസഭ. മിഷൻ ഡ്രഗ് PCT പദ്ധതി ലഹരി ഉപയോഗത്തെയും വിതരണത്തെയും ചെറുക്കുന്നതിനായി മൂവാറ്റുപുഴ നഗരസഭ 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തന പദ്ധതി ആരംഭിച്ചു. ബഡ് സ്കൂൾ കുട്ടികൾക്ക് വാഹന സൗകര്യമൊരുക്കി മൂവാറ്റുപുഴ നഗരസഭ. മാത്യു കുഴൽനാടൻ MLA വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരത്തിനുള്ളിലെ പാർക്കിംഗ് സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടി. വ്യാപാര മേഖലകളിലെ പുരോഗതിക്ക് വേണ്ടിയുള്ള പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുമെന്ന് മാത്യു കുഴൽനാടൻ MLA. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ നഗര വികസനത്തിന് പുതിയ ദിശാബോധം നൽകുന്ന 2026-2027 ബജറ്റ് അവതരിപ്പിച്ച് നഗരസഭ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൽ സലാം. നഗരത്തിലെ പാർക്കിംഗ് സൗകര്യക്കുറവ് പരിഹരിക്കുന്നതിനായി നഗരസഭയുടെ ഉപയോഗിക്കാത്ത സ്ഥലങ്ങൾ കണ്ടെത്തി പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കാൻ 40 ലക്ഷം രൂപ വകയിരുത്തി. നഗരത്തിന്റെ സമഗ്ര ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുന്ന മൂവാറ്റുപുഴ നഗരസഭ ബജറ്റ് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൽ സലാമാണ് ബജറ്റ് അവതരിപ്പിച്ചത്. നഗരത്തിന്റെ വികസന കുതിപ്പിന് ആക്കമുട്ടുക എന്നതാണ് ഈ കൗൺസിൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പിന്നിട്ട 5 വർഷങ്ങൾ നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ നഗരത്തിന്റെ റോഡ് വികസനം യാഥാർത്ഥ്യമായി. ഇന്ന് നമ്മുടെ നഗരത്തിലൂടെ കടന്നുപോകുന്ന ഏതൊരാൾക്കും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണുള്ളത്. 50 കോടിയിലേറെ മുതൽ മുടക്ക് വരുന്ന ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ ഇൻഡോർ സ്റ്റേഡിയം നഗര ഹൃദയഭാഗത്ത് ഉയർന്നു വരുന്നു. മലയായിരുന്ന കടക്കുഴി ഡംപിംഗ് യാർഡിന് ശാപമോക്ഷമായി. വയോജന സൗഹൃദ വിജ്ഞാന കേന്ദ്ര മന്ദിരത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഭിന്നശേഷി കുട്ടികൾക്കുള്ള ബഡ് സ്കൂൾ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. 2025-26 വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിൽ 62,44,87,813 രൂപ വരവും 51,96,96,647 രൂപ ചെലവും 10,47,91,166 രൂപ നീക്കിയിരിപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് എസ്റ്റിമേറ്റിൽ 67,01,74,066 രൂപ വരവും 60,87,60,658 രൂപ ചെലവും 6,14,13,408 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ അവതരിപ്പിച്ചത്. നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പദ്ധതികളാണ് ബജറ്റിൽ പ്രധാനമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നദീതീരങ്ങളെ കേന്ദ്രീകരിച്ച് നടപ്പാതകളും വിശ്രമ കേന്ദ്രങ്ങളും വിനോദസഞ്ചാര ആകർഷണങ്ങളും ഒരുക്കുന്ന പദ്ധതി നഗരത്തിന്റെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നഗരത്തിലെ പ്രധാന പ്രശ്നമായ പാർക്കിംഗ് സൗകര്യക്കുറവ് പരിഹരിക്കുന്നതിനായി നഗരസഭയുടെ ഉപയോഗിക്കാത്ത സ്ഥലങ്ങൾ കണ്ടെത്തി പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കാൻ 40 ലക്ഷം രൂപ വകയിരുത്തി. കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രത്യേക പാർക്കിംഗ് സൗകര്യവും ഒരുക്കും. ഡംപിംഗ് യാർഡിലെ ബയോമൈനിംഗ് സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതോടെ ശുചിത്വ മിഷനിൽ നിന്ന് ഏകദേശം 30 കോടി രൂപ ഗ്രാന്റായി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഈ തുക വിനിയോഗിച്ച് ഗ്രീൻ പാർക്ക് പദ്ധതി നടപ്പിലാക്കും. മാലിന്യ സംസ്കരണം, സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, പ്ലാസ്റ്റിക് ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനം, ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ് എന്നിവ ഗ്രീൻ പാർക്കിന്റെ ഭാഗമായി സൃഷ്ടിക്കും. ദക്ഷിണേന്ത്യയിലെ ത്രിവേണി സംഗമ നഗരങ്ങളിൽ ഒന്നാണ് നമ്മുടേത്. വിനോദസഞ്ചാരത്തിന് അനന്ത സാധ്യതകളുമുണ്ട്. സിനിമാ ഷൂട്ടിംഗ് അടക്കമുള്ളവ നടത്താൻ കഴിയുന്ന തരത്തിൽ നഗര സൗന്ദര്യം മാറിക്കഴിഞ്ഞു. വിനോദസഞ്ചാര വികസനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കൗൺസിൽ തുടർച്ചയായി പുതിയ പദ്ധതികൾ ചേർത്ത് പൂർത്തീകരിക്കും. ഇതിന്റെ ഭാഗമായി വഴിയോര വാക്വേ കച്ചേരിത്താഴ് വരെ ദീർഘിപ്പിക്കും. മുനിസിപ്പൽ ഡ്രീംലാൻഡ് പാർക്ക് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി 50 ലക്ഷം രൂപ ചെലവിൽ മനോഹരമാക്കുന്നതിനോടൊപ്പം 5 കോടി രൂപ ചെലവിൽ തൂക്കുപാലത്തിന്റെ നിർമ്മാണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കാവുങ്കരയെയും കിഴക്കരയെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ ത്രിവേണി സംഗമത്തിൽ പാലം നിർമ്മിക്കുന്നതിനെ കുറിച്ച് പഠനം നടത്താൻ 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. കാവുങ്കര ഉണക്കമീൻ പച്ചക്കറി മാർക്കറ്റിൽ ആധുനിക സൗകര്യങ്ങളോടെ മാർക്കറ്റ് കോംപ്ലക്സ് നിർമ്മിക്കും. നഗരത്തിന്റെ പ്രൗഢിക്ക് അനുയോജ്യമായ തരത്തിൽ പുതിയ ടൗൺ ഹാൾ യാഥാർത്ഥ്യമാക്കും.
ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിനായി 92 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. കാവങ്കര ഉണക്കമീൻ പച്ചക്കറി മാർക്കറ്റിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള മാർക്കറ്റ് കോംപ്ലക്സ് നിർമ്മിക്കും. നഗരത്തിന്റെ പ്രൗഢിക്ക് അനുയോജ്യമായ പുതിയ ടൗൺ ഹാൾ നിർമ്മിക്കുന്നതും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, വനിതാ വികസനം, കൃഷി, മൃഗസംരക്ഷണം, ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികൾ, റോഡ് അറ്റകുറ്റപ്പണികൾ, സ്ട്രീറ്റ് ലൈറ്റ്, കുടിവെള്ളം, മാലിന്യ സംസ്കരണം എന്നിവ ഉൾപ്പെടുത്തിയുള്ള വിവിധ മേഖലകളിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ലഹരി ഉപയോഗത്തെയും വിതരണത്തെയും ചെറുക്കുന്നതിനായി മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ മിഷൻ ഡ്രഗ് ഫ്രീ സിറ്റി പദ്ധതിക്ക് തുടക്കം. 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തന പദ്ധതി നഗരസഭയിലെ മുഴുവൻ വനിതാ കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കുന്നത്. സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായ ലഹരി ഉപയോഗത്തെയും വിതരണത്തെയും ചെറുക്കുന്നതിനായി മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ മിഷൻ ഡ്രഗ് ഫ്രീ സിറ്റി എന്ന പേരിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വനിതാ ദിനത്തിൽ ഗ്രാൻഡ് സെന്റർ മാളുമായി സഹകരിച്ച് നടത്തിയ ആഘോഷ പരിപാടിയിലാണ് പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത്. നഗരസഭയിലെ മുഴുവൻ വനിതാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന് ഏറ്റവും പ്രസക്തമായ ഒരു സന്ദേശം, അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹം ഒന്നിച്ച് ഫൈറ്റ് ചെയ്യാനായി പ്രയാസപ്പെടുന്ന ഒരു വലിയ വെല്ലുവിളിക്കെതിരായിട്ടുള്ള ഒരു പോർമുഖം തുറക്കലുമായി ആ വനിതാ ദിനത്തെ മാറ്റിയത് ഏറ്റവും ആശയസമ്പുഷ്ടമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ ഡ്രഗ്സിൻ്റെ സ്വാധീനം, മയക്കുമരുന്നിൻ്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും സ്വാധീനം നമ്മൾ ആരും ചിന്തിക്കുന്നതിനപ്പുറം വ്യാപകമായി ആഴത്തിൽ നമ്മുടെ സമൂഹത്തിൽ വേരിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായി അമ്മമാരുടെ, സ്ത്രീകളുടെ, സഹോദരിമാരുടെ ഒരു വലിയ പ്രതിരോധം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഏതൊരു ഇൻ്റർവെൻഷനേക്കാളും ഇടപെടലിനേക്കാളും പ്രയോജനകരവും ഫലപ്രാപ്തിയുള്ളതുമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ ഡാർക്ക് കോർണറുകൾ കണ്ടെത്തി പോലീസ്, എക്സൈസ് പൊതുജന പങ്കാളിത്തത്തോടെ നശിപ്പിക്കും. സ്കൂൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഇതിന്റെ ഭാഗമാക്കാൻ പരിശീലനം നൽകും. ഇതിനായി ബജറ്റിൽ 5 ലക്ഷം രൂപ വകയിരുത്തി. ലഹരിമുക്തമായ ഒരു നഗരം സൃഷ്ടിക്കുമ്പോൾ സ്ത്രീകളുടെ സുരക്ഷയും സമൂഹത്തിന്റെ ഭാവിയും കൂടുതൽ ഉറപ്പാക്കാനാകുമെന്ന സന്ദേശമാണ് പരിപാടി മുന്നോട്ട് വയ്ക്കുന്നത്. നഗരത്തെ ലഹരിമുക്തവും സുരക്ഷിതവുമായ നഗരമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ തുടക്കമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. നമ്മളെപ്പോഴും സ്ത്രീ ശാക്തീകരണം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെ കടിച്ചു തൂങ്ങുമ്പോൾ ബാലൻസ് ചെയ്തിട്ടുള്ള സ്ത്രീ ശാക്തീകരണം സാധിക്കുന്നില്ല. ബാലൻസ് ചെയ്തിട്ടുള്ള സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ സ്ത്രീയുടെ സ്വതസിദ്ധ ഭാവങ്ങളുണ്ട്. സ്നേഹം, മാതൃത്വം, കരുണ, വാത്സല്യം തുടങ്ങിയ സ്ത്രീത്വത്തിന്റെ സഹജമായിട്ടുള്ള ആ ഒരു മേഖല കൂടി ഒരു കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് വേണം മറുകയിൽ നമ്മളായിരിക്കുന്ന മേഖലകളിലേക്ക് മുന്നേറ്റം വരച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട്. കാരണം ഒരു സ്ത്രീയെ എഡ്യൂക്കേറ്റഡ് ആക്കി കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ മുഴുവൻ വിദ്യാസമ്പന്നരാക്കുവാൻ സാധിക്കുമെന്ന് പറയപ്പെടുമ്പോൾ ഒരു സ്ത്രീ നന്മയുടെ വഴിയെ നടന്നു കഴിയുമ്പോൾ ഒരു സമൂഹത്തെ മുഴുവൻ നന്മയിലേക്ക് നയിക്കുവാനായിട്ട് ഒരു സ്ത്രീക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നഗരസഭ ഇത്തവണ വെറുതെ ഒരു വനിതാ ദിനാഘോഷം വേണ്ട, മറിച്ച് പ്രത്യേകിച്ച് ഒരു മിഷനോടുകൂടി ആയിരിക്കണം എന്നുള്ള തീരുമാനമെടുത്തത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അസം ബേഗം, ഷഹന മാഹിൻ, രജിത പി, പ്രോഗ്രാം കോർഡിനേറ്റർ ഷിത റാണി തോമസ്, കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു. വിവിധ സംഘടനാ ഭാരവാഹികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതസേനാംഗങ്ങൾ, നഗരസഭാ ജീവനക്കാർ തുടങ്ങി വിവിധ സംഘടനാ ഭാരവാഹികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതസേനാംഗങ്ങൾ, നഗരസഭാ ജീവനക്കാർ തുടങ്ങി വിവിധ മേഖലകളിലുള്ള സ്ത്രീകൾ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്ത് കച്ചേരിത്താഴം പാലത്തിൽ മൺചിരാത് തെളിയിച്ചു.
കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ബഡ് സ്കൂൾ കുട്ടികൾക്ക് വാഹന സൗകര്യമൊരുക്കി മൂവാറ്റുപുഴ നഗരസഭ. മാത്യു കുഴൽനാടൻ MLA വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭയും ഏജൻസിയും ചേർന്ന് മൂവാറ്റുപുഴ ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി വാഹന സൗകര്യം ഒരുക്കി. ബഡ് സ്കൂളിൽ നടന്ന പരിപാടിയിൽ മാത്യു കുഴൽനാടൻ MLA വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മുടെ സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് അവർ പഠിക്കുന്ന ബസ് സ്കൂളിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരു ബസ് അല്ലെങ്കിൽ ഒരു വാൻ അല്ലെങ്കിൽ ഒരു യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന ഒരു മുഹൂർത്തമാണ്. സത്യം പറഞ്ഞാൽ നല്ലൊരു മികച്ച വെൽനസ് സെൻറ്റർ, ഒരു മികച്ച ടർഫ് കോർട്ട്, അതിനുശേഷം ബസ് സ്കൂളിന് പുതിയ വണ്ടി. സ്വാഭാവികമായിട്ടും ഈ പ്രദേശത്ത് നിന്നും PP എൽദോസ് ചെയർമാനും കൗൺസിലും ഒക്കെ എതിർക്കാതെ വരുന്നതിൻ്റെ വലിയൊരു മാറ്റം നമുക്ക് ഈ കുരിയമ്മല ഒരുപക്ഷെ നഗരസഭയിലെ ഏറ്റവും പ്രയാസം പിടിച്ച അല്ലെങ്കിൽ ഒരു ഏറ്റവും റൂറലായിട്ട് നിന്ന ഒരു പ്രദേശമാണ്. അതിന് ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞത് ഒരു വലിയ നേട്ടം തന്നെയാണ്. നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ചു. ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകുവാനുള്ള സൗകര്യങ്ങൾ 1 മാസത്തിനുള്ളിൽ ഒരുക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി അറിയിച്ചു. ഇത്തവണ ഈ ഒരു ബസ് ഈ ബഡ് സ്കൂളിലേക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കുവാനായിട്ട് നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലേറെ സന്തോഷം. ഇനി കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും നഗരസഭ ഒപ്പമുണ്ടാകും. ഏറെ സന്തോഷത്തോടു കൂടി മറ്റൊരു കാര്യം കൂടി അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ കുട്ടികൾക്ക് ഇവിടെ പാകം ചെയ്ത് ഭക്ഷണം കഴിക്കുവാനായിട്ടുള്ള സൗകര്യങ്ങളും നഗരസഭ ഒരുക്കുകയാണ്. 2 ആഴ്ച കൊണ്ട് അത് നടപ്പിലാക്കുവാനായിട്ട് സാധിക്കും. എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുൻ ചെയർമാൻ PP എൽദോസ്, വാർഡ് കൗൺസിലർ ഷേർലി പോലോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത P, അസംബീഗം, ജിനു ആന്റണി തുടങ്ങിയ കൗൺസിലർമാരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. കടാതി വായനശാലയ്ക്ക് സമീപം 3.5 ഏക്കർ പാടശേഖരത്തിലുള്ള ഉണങ്ങിയ പുല്ലിനും അടിക്കാടുകൾക്കും വൻ തീപിടുത്തം. ഞായറാഴ്ച 4:30 ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. കടാതി വായനശാലപ്പടിക്ക് സമീപമുള്ള പാടശേഖരത്തിലെ ഉണങ്ങിയ പുല്ലിനും അടിക്കാടിനും തീപിടിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4:30 കൃഷി ചെയ്യാതെ കിടന്നിരുന്ന 3.5 ഏക്കറോളം സ്ഥലത്തെ കാടിനും പുല്ലിനുമാണ് തീ പടർന്നത്. തീ പടർന്നതിനെ തുടർന്ന് പൂർണ്ണമായും കത്തിനശിച്ചു. തീ പടരുന്ന ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ മൂവാറ്റുപുഴ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചെങ്കിലും ദേശീയപാതയിൽ നിന്നും ഏറെ ഉള്ളിലായിട്ടാണ് പാടശേഖരം. അഗ്നിശമന സേനയുടെ വാഹനങ്ങൾക്ക് പാടത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ഒടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. പാടശേഖരത്ത് വലിയ രീതിയിൽ തീ പടരുന്നത് കണ്ട ദേശീയപാതയിൽ നിരവധി വാഹനങ്ങൾ നിർത്തിയിട്ടത് വൻ ഗതാഗതക്കുരുക്കിന് കാരണമായി. കനത്ത പുകയും വാഹനങ്ങളുടെ തിരക്കും മൂലം ഏറെ നേരം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇതര സംസ്ഥാന തൊഴിലാളികൾ മാലിന്യത്തിന് തീയിട്ടതാണ് അപകട കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. വേനൽ കടുത്തതോടെ അടിക്കാടുകൾക്ക് തീ പിടിക്കുന്നത് പതിവാകുന്നത് നാട്ടുകാരിൽ ആശങ്കയ്ക്ക് ഇടയാക്കി. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നഗരത്തിനുള്ളിലെ പാർക്കിംഗ് സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾക്ക് മുൻഗണന നൽകുമെന്ന് മാത്യു കുഴൽനാടൻ MLA. നഗരവികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരിൽ പ്രധാന വിഭാഗം നഗരത്തിലെ വ്യാപാരികളാണെന്നും അവരുടെ ഉന്നമനത്തിനും വ്യാപാര മേഖലയിലെ പുരോഗതിക്കും വേണ്ടിയുള്ള പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുമെന്നും MLA വ്യക്തമാക്കി. നിലവിൽ നഗരത്തിനുള്ളിൽ പാർക്കിംഗ് സൗകര്യങ്ങളുടെ കുറവ് കാരണം വ്യാപാര സ്ഥാപനങ്ങൾക്കും കച്ചവട മേഖലയ്ക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യമാണുള്ളത്. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതിനായി നഗരത്തിൽ കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിച്ച് നടപടികൾ ആരംഭിക്കുമെന്നും MLA പറഞ്ഞു. തോട്ടത്തിൽ ഫാഷൻ ജുവലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ വാളകം കുന്നയ്ക്കൽ മാറ്റക്കോട്ട് രാമചന്ദ്രൻ നായർ 88 നിര്യാതനായി. സംസ്കാരം നടത്തി ഭാര്യ പരേതയായ ശാന്ത, മക്കൾ സോമൻ, സാബു, ബിജു, ബിജി. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.